കെ പ്രേമേന്ദ്രൻ ഇവിടെ ആമകളെ സംരക്ഷിക്കണം. കെ പ്രേമേന്ദ്രൻ ഇവിടെ അതിനുശേഷം റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വാർത്താ സമ്മേളനം കേൾക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നത് 7 അതിവേഗ ഇടനാഴികൾ കേരളത്തിന് ഉപയോഗപ്പെടും. എങ്ങനെയാണ് ഉപയോഗപ്പെടുക? മലയാളികൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ പോവില്ലേ? തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ മലയാളികൾ പോവില്ലേ? മലയാളികൾ പോകുമ്പോൾ അവർ ആ അതിവേഗ ഇടനാഴി ഉപയോഗപ്പെടുത്തില്ലേ? ആ മട്ടിൽ കേരളത്തിന് സഹായകരാവെന്ന് പറയുക, ഒന്നും തരത്തുമില്ല, ഇങ്ങനെ കളിയാക്കുകയും ചെയ്യുക. എങ്ങനെയാണ് ശരിയാവുക ഇത് കെ പ്രേമേന്ദ്രൻ? ശ്രീ അശ്വിനി വൈഷ്ണവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരള ജനതയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കാരണം 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തന്നെ വാരണാസിയുണ്ട്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിയോജക മണ്ഡലമുണ്ട്. നിങ്ങൾ ഈ ബഡ്ജറ്റ് പ്രസംഗം പരിശോധിച്ചാൽ എത്ര സ്ഥലത്താണ് വാരണാസി പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ എത്ര പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്? എന്നിട്ടാണ് BJPയുടെ സുഹൃത്തുക്കൾ പലപ്പോഴും ചർച്ചയിൽ വന്ന് പറയുന്നത് 7 ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി ശ്രീധരൻ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള അതിവേഗ റെയിൽപാത നടപ്പാക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ നിർദ്ദേശങ്ങളൊന്നും വേണമെന്നില്ല. നാളെ അതിൻ്റെ ആഫീസ് പൊന്നാനിയിൽ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിന് പ്രത്യേകിച്ചുള്ള ബഡ്ജറ്ററി അലോക്കേഷനോ നിർദ്ദേശമോ പ്രഖ്യാപനമോ വേണ്ട എന്ന് പറയുമ്പോൾ 7 എണ്ണം പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇതുകൂടെ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞില്ല? അതുകൊണ്ട് ഒരു തരത്തിലുള്ള നീതീകരണവും ഇല്ലാത്ത നിലപാടാണ് ഈ കാര്യത്തിൽ പറയുന്നത്. ശ്രീ അശ്വിനി വൈഷ്ണവ് ഹൈദരാബാദിലും ചെന്നൈയിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ മലയാളികൾ സഞ്ചരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് കൂടി പ്രയോജനപ്പെടുമെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കേരള ജനതയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കേരളത്തിൽ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ? എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിൽ വേണമോ മറ്റെവിടെ വേണമെങ്കിലും നൽകാൻ തയ്യാറാണ് എന്ന നിലയിൽ പറയുമ്പോൾ സംസ്ഥാനം എത്രയോ കാലമായി അതിനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത് മുഴുവൻ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പോലും എയിംസുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം കേരളത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കേരളം കാണേണ്ടതാണ്. മാത്രവുമല്ല, 5 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ പോലും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ പരിഗണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. BJPക്ക് കേരളത്തിൽ കാര്യമായ പ്രതീക്ഷയില്ല എന്ന് പരോക്ഷമായി സമ്മതിക്കുന്നതിന് തുല്യമാണ്. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഓർമ്മയുണ്ട്, 2025-26 ധനവർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളും ആനുകൂല്യങ്ങളും എത്രയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഓർമ്മയുണ്ട്. അത്തരത്തിലൊരു പരിഗണന കേരളത്തിന് കിട്ടാത്തത് ഒരുപക്ഷെ കേരളത്തിൽ BJPക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാകാം. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം ലഭിക്കാതെ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിലേറ്റവും പ്രധാനം ഊന്നൽ നൽകി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എയിംസുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും കനത്ത അനീതിയും കൊടിയ വിവേചനവുമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ 2, നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് ഇവിടെ സൂചിപ്പിച്ച ഈ ഡെഡിക്കേറ്റഡ് കോറിഡോർ, അതായത് മിനറൽസിൻ്റെ സമർപ്പിതമായിട്ടുള്ള ഒരു ഇടനാഴി എന്ന നിലയിൽ കേരളവും ആന്ധ്രാപ്രദേശും തമിഴ്നാടും അതുപോലെ തന്നെ ഒഡീഷ അടക്കമുള്ള 4 സംസ്ഥാനങ്ങൾ അപൂർവ ധാതു സമ്പത്തിൻ്റെ ശേഖരമുള്ള 4 സംസ്ഥാനങ്ങളാണ്. ആ 4 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇടനാഴി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കിട്ടിയാൽ മാത്രമേ ഈ കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ പറയാൻ കഴിയൂ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, തീർച്ചയായും നമ്മുടെ നാടിൻ്റെ അമൂല്യവും അപൂർവവുമായിട്ടുള്ള ധാതു സമ്പത്ത് ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. അത് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പൊതുതാൽപര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ആ പൊതുതാൽപര്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഖനനവും വേർതിരിക്കലും പൂർണ്ണമായും പൊതുമേഖലയിൽ നിക്ഷിപ്തമാകണം. അത് കേരളത്തിലെ UDF ഗവൺമെൻറ് ആയാലും LDF ഗവൺമെൻറ് ആയാലും സ്വീകരിച്ചിട്ടുള്ള പൊതുനയം, പൊതു നിലപാട് എന്ന് പറയുന്നത് മൈനിങ് ആൻഡ് മിനറൽ സെപ്പറേഷൻ ഓഫ് റെയർ എർത്ത് എലമെൻറ്റ്സ് പൂർണ്ണമായും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അത്രയ്ക്ക് അമൂല്യമായ അത്യപൂർവമായിട്ടുള്ള ധാതു സമ്പത്ത് സ്വകാര്യ മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന ആശങ്ക ഞാൻ ഉന്നയിക്കുകയാണ്. ആ ആശങ്ക ഉന്നയിക്കാനുള്ള കാര്യമുണ്ട്. 1 വർഷം മുമ്പാണ് ഈ ക്രിട്ടിക്കൽ മിനറൽസ് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള
നിയമ ഭേദഗതിയുമായി പാർലമെന്റിൽ വന്നത്. അതിശക്തമായ പ്രതിരോധത്തോട് തുടർന്നാണ് ഒടുവിൽ അതിൽ നിന്ന് അന്നത്തെ മന്ത്രി മൈനിങ് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷി അതിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് നമ്മുടെ തീരദേശത്തെ കരിമണൽ അല്ലെങ്കിൽ തീരദേശത്തുള്ള അപൂർവ ധാതു സമ്പത്ത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നുള്ള അഷുറൻസാണ് അന്ന് സഭയിൽ നൽകിയത്. പക്ഷേ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയണം. അത് പ്രയോജനപ്പെടുത്തുന്നത് പൊതുമേഖലയെ മുൻനിർത്തി സംസ്ഥാന ഗവൺമെൻറ്റുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നാഷണൽ പ്രോജക്റ്റ് ഈ കാര്യത്തിൽ ആവശ്യമാണ്. കാരണം ഇന്ന് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ഇൽമനൈറ്റ് ഉൾപ്പെടെയുള്ളവ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഒഡീഷ, അതുപോലെ തമിഴ്നാട്ടിലെ മണവാളക്കുറിച്ചി, ആന്ധ്രാപ്രദേശ്, കേരളം. ഇത് സംയോജിതമായ നിലയിൽ ഫലപ്രദമായി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള IREയും KMMLുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു നല്ല മിഷൻ മോഡ് പ്രോജക്റ്റ് എന്ന നിലയിൽ നടപ്പാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല, അദാനി, നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു വർഷം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട 2 കമ്പനികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിലേക്കാണ് നീക്കമെന്നുണ്ടെങ്കിൽ അതിശക്തമായി എതിർക്കും. പിന്നീട് മറ്റൊരു കാര്യം ഞാൻ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യം കാഷ്യൂവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചാണ്. കാരണം സംസ്ഥാന ഗവൺമെൻറ് തന്നെ നല്ല എഫേർട്ട് നടത്തിയതാണ് കേരളത്തിൽ കശുവണ്ടിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യവസായ മേഖല നേരിടുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ. ഫലപ്രദമായി വിജയിക്കാൻ കഴിഞ്ഞില്ല. കുറേ അധികം പരിശ്രമങ്ങൾ നടത്തി, കുറേ അധികം ഫണ്ട് ചെലവഴിച്ചു. നമുക്ക് സംസ്ഥാനത്ത് അതിനാവശ്യമായിട്ടുള്ള ബാരൻ ലാൻഡ് ഇല്ല. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അത്തരത്തിലൊരു നീക്കത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് സെൽഫ് റിലയൻറ്റ് ഇൻ കാഷ്യൂസ്. കശുവണ്ടിയുടെ റോ കാഷ്യൂ നട്ട്സിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കശുവണ്ടി വ്യവസായ മേഖലയിൽ, പ്രത്യേകിച്ചും പ്രോസസ്സിംഗ് മേഖലയിൽ അത് ഗുണം ചെയ്യും. ഇന്ന് കശുവണ്ടി വ്യവസായ മേഖല കേരളത്തിൽ നിന്ന് അന്യം നിൽക്കുന്ന സ്ഥിതിയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം റോ കാഷ്യൂ നട്ട്സിൻ്റെ അഭാവവും ലഭ്യമാകുന്ന റോ കാഷ്യൂ നട്ട്സ് ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കശുവണ്ടിയുടെ അമിതമായിട്ടുള്ള വിലവർധനവുമാണ്. അത് അഡ്രസ്സ് ചെയ്യാൻ ആഭ്യന്തര വിപണിയിൽ അല്ലെങ്കിൽ ആഭ്യന്തര രംഗത്ത് കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കശുവണ്ടിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കശുവണ്ടി പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് കശുമാവ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കശുവണ്ടിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ളൊരു പദ്ധതി ദേശീയാടിസ്ഥാനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നടപ്പാക്കിയാൽ തീർച്ചയായും അത് വ്യവസായത്തിന് ഗുണം ചെയ്യും, നാടിൻ്റെ സമ്പദ്ഘടനയ്ക്കും അത് പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ മൊത്തത്തിൽ പിന്നെ ബഡ്ജറ്റിൻ്റെ പൊതുസ്വഭാവത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ എനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ബഹുമാനപ്പെട്ട ധനമന്ത്രി കഴിഞ്ഞ വ്യാഴാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേ, സാമ്പത്തിക സർവേ ഒരുപാട് ആശങ്കകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയെ സംബന്ധിച്ച്, സാമ്പത്തികമായിട്ടുള്ള അസമത്വത്തെ സംബന്ധിച്ച്, ആ സാമ്പത്തിക അസമത്വം അല്ലെങ്കിൽ റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ് വൈഡൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, അതുപോലെ നിക്ഷേപങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് രാജ്യത്ത് വരുന്നില്ല. മൂലധന ശക്തികൾക്ക്, കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് വലിയ തോതിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോഴും ആ ലാഭവും അതിലൂടെ ഉണ്ടാകുന്ന വരുമാനവും നിക്ഷേപമായി തിരിച്ച് രാജ്യത്ത് വരുന്നില്ല. അവിടെ നിക്ഷേപം ആകർഷിക്കാൻ പര്യാപ്തമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്നത് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ എക്കണോമിക് സർവേ വിരൽ ചൂണ്ടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൊഴിൽ രഹിതമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയാണ്. 7.4% എന്ന് പറയുമ്പോൾ തൊഴിൽ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ വളർച്ച അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നില്ല എന്ന് പറയാനുള്ള കാരണം രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 51%-ലധികം സർവീസ് മേഖലയിൽ നിന്നാണ്. അവിടെ തൊഴിലവസരങ്ങൾ തുച്ഛമാണ്, പരിമിതമാണ് സർവീസ് സെക്ടർ ആകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്നുള്ള സാമ്പത്തിക സർവേയുടെ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ നിലനിൽക്കുന്ന അസമത്വം ലഘൂകരിക്കുന്നതിനും അതോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ ജീവിത വരുമാനത്തിൽ വർധനവുണ്ടാക്കിക്കൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധ്യമാക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. കേവലം വെൽഫെയർ മെഷേഴ്സ് മാത്രം നൽകിക്കൊണ്ടുള്ള പട്ടിണി നിർമ്മാർജ്ജനമല്ല വേണ്ടത്. ജീവിത വരുമാനത്തിൽ ഗുണപരമായ വർധനവുണ്ടാക്കിക്കൊണ്ടുള്ള സാമ്പത്തിക നടപടികൾ വേണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നിഷ്കരുണം നിരാകരിക്കപ്പെട്ട ഒരു ധനബഡ്ജറ്റാണ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചത് എന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ്. അത് ഭാവിയിൽ
രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.